നമ്മുടെ ഇന്നത്തെ താരം കോഴിക്കോട് ജാഫർ ഖാൻ്റെ സോയാബീൻ. നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. ഇതിനു മുൻപ് ഇത് ഒരുപാട് റീൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനതിന് മുൻപേ തന്നെ ഇങ്ങരുടെ കട്ട ഫാനായി മാറിയിട്ടുണ്ട്. നമ്മളിത് കഴിക്കുമ്പോൾ ഇത് സോയാബീൻ തന്നെ ആണോ എന്ന് ചിന്തിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഓരോ തവണ വാങ്ങിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർത്തത് എന്നാണ് ശ്രദ്ധിക്കാറ്. വീട്ടിൽ 2-3 തവണ ട്രൈ ചെയ്തപ്പോഴൊക്കെ വമ്പൻ പരാജയപ്പെട്ടതുമാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം അതിൻ്റെ രുചി പിടികിട്ടിയപ്പോഴാണ് ഞാനിതൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. 100-ൽ 90% ഞാൻ വിജയിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി 10 എവിടെ നിങ്ങളെന്നോ ചോദിക്കരുത്, അത് അങ്ങേരുടെ കൈപ്പുണ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ വെള്ളമെല്ലാം പിഴിഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ അതാ വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം കറി മസാല. നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സമയം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണ്ട, അതൊക്കെ നമുക്ക് വഴിയേ ചേർക്കാം. ഇനിയുണ്ട് ഒരുപാട് ട്രിക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ഇത് വെളിച്ചെണ്ണ കേട്ടോ, തണുപ്പുകൊണ്ട് കുറച്ച് കട്ട പിടിച്ചതാ. അതിലേക്ക് നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. നിറച്ച് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ, പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 തവണ ആയിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇതാ ഒരു ഭാഗമായിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കണ്ട, ഒരു മീഡിയം തീയിൽ കിടന്നോട്ടെ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ തവണയും വറുത്തെടുക്കാം. വറുത്തെടുക്കണമെന്ന് പിന്നെ ഒരുപാട് സമയം കാണിക്കാത്തതാണ്, നിങ്ങൾക്ക് ബോറടിക്കും. ഇപ്പോൾ ഏകദേശം എല്ലാ സോയാബീനും ഞാൻ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാലക്കൂട്ടുണ്ടാക്കാം. അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 വറ്റൽമുളക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 എണ്ണം ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ സോയാബീന് മസാല പുരട്ടുമ്പോൾ ഉപ്പിട്ടതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് 1 കീറ് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ പച്ചമുളക് ഭയങ്കര എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി കൂടി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടിയായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇച്ചിരി കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോവട്ടെ. ഇതിൻ്റെ മെയിൻ ഐറ്റമായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അപാര ടേസ്റ്റുമാണ്. നിങ്ങൾ സോയാബീൻ എന്നും സാധാരണ പോലെ വറുത്തെടുക്കാറാണ് പതിവ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാബീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് തരുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും വിതറിയിട്ടാട്ടോ പാക്ക് ചെയ്യണത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ചേർക്കണില്ല, അത്യാവശ്യത്തിനുള്ള എരിവുണ്ടായിരുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ.